Assalamu alaikum warahmatullahi wabarakatuh. Good morning everybody. നമ്മൾ ക്ലാസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്ലാസ് അഥവാ വർഗത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ക്ലാസ് പറയാം. ക്യാരക്ടറിസ്റ്റിക് ഓഫ് ക്ലാസ് നമ്മൾ പറഞ്ഞു. ഡിവിഷൻസ് ഓഫ് കാസ്റ്റ് ക്ലാസ് നമ്മൾ ഡിഫറൻസ് ഒന്ന് പെട്ടെന്നൊന്ന് നമ്മൾ ഓടിച്ച് കാണിച്ചു തന്നു. ഇനി നമുക്ക് ഡിവിഷൻസ് ഓഫ് ക്ലാസ് പറയാം, വർഗങ്ങളുടെ ഡിവിഷൻസ്. അപ്പോൾ നമുക്കറിയാം പ്രധാനമായിട്ടും 3 ആയിട്ടാണ് ക്ലാസ്സുകളെ ഒന്ന് വർഗീകരിച്ചിട്ടുള്ളത്. ഒന്ന് അപ്പർ ക്ലാസ്, അനദർ വൺ മിഡിൽ ക്ലാസ്, നെക്സ്റ്റ് വൺ ലോവർ ക്ലാസ്. പഴയകാല സ്കൂളുകളൊക്കെ അല്ലെങ്കിൽ പണ്ഡിതന്മാരൊക്കെ അങ്ങനെ വർഗീകരിച്ചിരുന്നുവെങ്കിൽ പിന്നീട് വീണ്ടും ഇവക്കുള്ളിൽ തന്നെ വീണ്ടും ചെറിയ ചെറിയ ക്ലാസ്സുകളായിട്ട്, ഉദാഹരണത്തിന് ദ അപ്പർ ക്ലാസ് യൂഷ്വലി കൺസിസ്റ്റ് ഓഫ് ദ വെൽത്തി എംപ്ലോയേഴ്സ്. അപ്പോൾ ഈ അപ്പർ ക്ലാസ്സുകൾ ആരാണ്? വെൽത്തി എംപ്ലോയേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയൽ ആൻഡ് ടോപ്പ് എക്സിക്യൂട്ടീവ്സ്. ഇവരെയാണ് അപ്പർ ക്ലാസ് ആയിട്ട് കണക്കാക്കിയിരുന്നത്. അതായത് സമ്പന്നർ, എംപ്ലോയേഴ്സ്, ഇൻഡസ്ട്രിയലിസ്റ്റ്, അതേപോലെ തന്നെ ടോപ്പ് എക്സിക്യൂട്ടീവ്സ്. എന്നാൽ മിഡിൽ ക്ലാസ്സിന് ആൾക്കാരായിട്ട് കണക്കാക്കപ്പെടുന്നത് വൈറ്റ് കോളർ വർക്കേഴ്സ്, അതേപോലെ തന്നെ പ്രൊഫഷണൽസൊക്കെ ആയിരുന്നു ഇതിൻ്റെ ആൾക്കാരായിട്ട്. എന്നാൽ നമ്മൾ പറഞ്ഞ ലാസ്റ്റ് ടീം അവർ ലോവർ ക്ലാസ് എന്ന് പറഞ്ഞാൽ അവർ മെയിൻലി പേഴ്സൺസ് എൻഗേജ്ഡ് ഇൻ മാനുവൽ ജോബ്സ്, ചെറിയ ചെറിയ ജോലികളിൽ, ചെറിയ ചെറിയ കൈത്തൊഴിലുകൾ, ഇങ്ങനെയൊക്കെ ചെറിയ കുഞ്ഞു കൂലി ജോലികളിലൊക്കെ ഇടപെട്ടിരുന്ന ആൾക്കാരെയാണ്. എന്നാൽ ഇതെല്ലാം തന്നെ ഒരു അണ്ടർ ക്ലാസ്, ഒരു ക്ലാസ്സിലും വരാത്തൊരു വിഭാഗമായിട്ട് അങ്ങനെ അണ്ടർ ക്ലാസ്സിനെയും ഗണിക്കപ്പെട്ടിരുന്നു. വിച്ച് ഈസ് കമ്പോസ്ഡ് ഓഫ് എത്നിക് മൈനോറിറ്റി ആൻഡ് അണ്ടർ പ്രിവിലേജ്ഡ് minorities who experienced worse working conditions and living standards than majority of the population. പോപ്പുലേഷൻ്റെ മെജോറിറ്റിക്ക് കീഴെ അവരുടെയൊക്കെ സ്റ്റാൻഡേർഡിനും താഴെയായി വളരെ മോശമായ വർക്കിംഗ് കണ്ടീഷനിലുള്ള ഒരു അധകൃത വിഭാഗത്തെ, എത്നിക് മൈനോറിറ്റിയായ അല്ലെങ്കിൽ ഒരു പ്രിവിലേജും നൽകപ്പെടാത്ത ഒരു മൈനോറിറ്റിയെയാണ് ഈ അണ്ടർ ക്ലാസ് എന്ന് വിളിക്കപ്പെടുന്നത്. എനിവേ വി ക്യാൻ സേ മെയിൻലി ദർ ആർ 3 types of or divisions of classes. First one is upper class, next one is middle class, and last one is the lower class. And also there is another item, that is under class, which is too far from the economical systems or economical standards of the population എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമ്മൾ പറയുന്നത് വാർണർ ഡബ്ല്യു ലിയോഡ്, അതേപോലെ തന്നെ പോൾ എസ് ലോണ്ടും, അവർ 6 ആയിട്ട് ക്ലാസിഫിക്കേഷനാണ് ഈ ക്ലാസ്സുകൾ ചെയ്തിട്ടുള്ളത്. അതെങ്ങനെയാണ് നോക്കുക? ഫസ്റ്റ് വൺ അപ്പർ ക്ലാസ്, സെക്കൻഡ് വൺ ലോവർ അപ്പർ ക്ലാസ്, അനദർ വൺ ദ അപ്പർ മിഡിൽ ക്ലാസ്, ദെൻ ലോവർ മിഡിൽ ക്ലാസ്, നെക്സ്റ്റ് വൺ അപ്പർ ലോവർ ക്ലാസ്, ദെൻ ദ ലോവർ ക്ലാസ്. ഇങ്ങനെ 6 ഐറ്റംസ് ആയിട്ട്, ഡിവിഷൻസ് ആയിട്ട് ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? ഈ ക്ലാസ്സുകളെ വർഗീകരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലാസ് സിസ്റ്റം ഇൻ ഇന്ത്യയിലുള്ള ക്ലാസ് സിസ്റ്റത്തെ നോക്കാം. ഇന്ത്യയിലുള്ള ക്ലാസ് സിസ്റ്റത്തിൻ്റെയൊക്കെ ഫോർമേഷൻ നമ്മൾ പറഞ്ഞു. പ്രധാനമായിട്ടും ന്യൂ എക്കണോമിയുടെ ക്രിയേഷനോടുകൂടെ, ബ്രിട്ടീഷ് ഭരണത്തിലൂടെ ന്യൂ എക്കണോമിയുടെ ക്രിയേഷൻ ഉണ്ടാവുകയാണ്. അതായത് അഗ്രികൾച്ചറൊക്കെ ഒരു വിഭാഗത്തിന് മാത്രമായി, ഒരു വിഭാഗം ജന്മികളും ഇവരൊക്കെ ഉള്ള അവസ്ഥയിൽ നിന്ന് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുമ്പോൾ കൊമേഴ്ഷ്യലൈസേഷനും അഗ്രികൾച്ചറിൻ്റെ ഗ്രോത്തും, അതുപോലെ തന്നെ ന്യൂ എക്കണോമിയും, അതേപോലെ തന്നെ ന്യൂ ട്രേഡും കൊമേഴ്സും ഒക്കെ ഡെവലപ്പ് ചെയ്തതിനനുസരിച്ച്, അതേപോലെ തന്നെ മോഡേൺ എഡ്യൂക്കേഷൻ്റെ വളർച്ച, ഇതൊക്കെ സോഷ്യൽ ലൈഫിൽ വലിയ മാറ്റങ്ങൾ വരുത്തി. അതിനെ തുടർന്ന് വലിയ മേജർ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടഡ് ഫോർ ദ എമർജൻസ് ഓഫ് ക്ലാസ് സിസ്റ്റം ഇൻ ഇന്ത്യയിൽ. അപ്പോൾ അതിനനുസരിച്ച് എക്കോണമിക്കൽ സ്റ്റാറ്റസും സോഷ്യൽ പ്രിവിലേജും സാമൂഹിക അവസ്ഥയും സ്റ്റാറ്റസുമൊക്കെ വ്യത്യസ്തമാവുകയാണ്. അപ്പോൾ അതിനനുസരിച്ചാണ് ഈ ക്ലാസ് ഇന്ത്യയിൽ വന്നത്. ഒന്നുകൂടി നമുക്ക് പരിചയപ്പെടുകയാണെങ്കിൽ നമുക്ക് എണ്ണി നോക്കാം ഏതാണ് പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ദ എമർജൻസ് ഓഫ് ക്ലാസസ് ഇൻ ഇന്ത്യയിൽ ഈ ക്ലാസ്സുകൾ ഉത്ഭവിക്കുവാൻ കാരണമായ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഫസ്റ്റ് വൺ, റിഫോംസ് ഇൻ അഗ്രികൾച്ചറിലുള്ള നവോത്ഥാനം. എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടെ അവർ നേരെ
ഈ ജമീന്ദാറുകളാണ്ട് ഏൽപ്പിച്ചു. ജമീന്ദാർ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ മുതലാളിമാർ. അപ്പോൾ അവർക്ക് ഇഷ്ടംപോലെ ഉണ്ടാവും, ഭൂമി ഉണ്ടാവും. അപ്പോൾ അവരോട് പറയും, ഞങ്ങൾക്ക് ഇത്ര തന്നോളണം, നിങ്ങൾ എന്ത് കൃഷി ചെയ്താലും എന്ത് ചെയ്താലും വേണ്ടിയില്ല, മാസത്തിൽ ഞങ്ങൾക്ക് ഇത്ര തരണം, അല്ലെങ്കിൽ വർഷത്തിൽ ഇത്ര തരണം. ഇവരെന്ത് ചെയ്യും, വേറെ ടീമിനെ ഏൽപ്പിക്കും. ഈ ജമീന്ദാർസ് എന്ത് ചെയ്യും, പെസൻസിനെ ഏൽപ്പിച്ചു. പെസൻസിനെ എന്ത് ചെയ്യും, ബ്രിട്ടീഷ് അപ്പോയിൻറ്റഡ് ഓൺലി ജമീന്ദാർസ്. ഈ ജമീന്ദാർസ് എന്ത് ചെയ്തു, ഈ ഭൂമി ഓരോ കർഷകർക്ക് വെച്ചു കൊടുത്തു, ഞങ്ങൾക്ക് ഇത്ര കമ്മീഷൻ വേണം, നിങ്ങൾ ഇത്ര ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഈ പുവർ പെസൻസ്, മിഡിൽ ക്ലാസ്, അതേപോലെ തന്നെ മിഡിൽ ആൻഡ് പുവർ പെസൻസ് എന്താകുന്നുണ്ട്, വളരെയധികം ഇടങ്ങേറായി. അങ്ങനെ ഒരു ടീമാണെങ്കിൽ ലാൻഡ്ലെസ് ലേബേഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവർക്ക് ഭൂമിയില്ല, എന്നാൽ അവരെന്നും ഇങ്ങനെ കർഷകരാണ്, അവരെന്നും ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇവിടെ ദലിതുകളും ഇങ്ങനെ പാവപ്പെട്ട ലാൻഡ്ലെസ് ലേബേഴ്സ്, പ്രധാനമായിട്ടും ദലിതുകാരൊക്കെ ഇതിൽ വളരെയധികം ബുദ്ധിമുട്ടായി. ആ സമയത്താണ് ഈ ഭൂപരിഷ്കരണ പ്രസ്ഥാനങ്ങൾ എന്നൊക്കെ നമ്മൾ പറയണ ലാൻഡ് റിഫോം മൂവ്മെൻറ്റ്സ് ഇവിടെ ഇന്ത്യയിൽ വന്നു. ഇന്ത്യയിൽ വന്നപ്പോൾ സ്റ്റേറ്റുകൾ എന്ത് ചെയ്തു, അധികം ഭൂമിയുള്ള ആൾക്കാരെ പിടിച്ചിട്ട് എന്ത് ചെയ്തു, അവരുടെ ഇത്ര ഭൂമി എനിക്ക് പാടുള്ളൂ, ബാക്കിയുള്ളത് പാവങ്ങൾക്ക്, ലാൻഡ്ലെസ്, പാവപ്പെട്ട ഭൂമിയില്ലാത്ത പാവപ്പെട്ട ജനതയ്ക്ക് അത് വെച്ചു കൊടുത്തു. അപ്പോൾ അവർക്ക് ലാൻഡിൻ്റെ ഓൺഷിപ്പ് കിട്ടി. അതോടുകൂടെ ഈ ഇന്ത്യയുടെ നമ്മളുടെ ഇന്ത്യൻ പോപ്പുലേഷൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ജനതയിലുള്ള ഒരു ഡിഫറൻസ്, എക്കോണമിക്കൽ ഡിഫറൻസ് കാണാൻ കഴിഞ്ഞു. അത് നമ്മൾ ഈ പറഞ്ഞ അപ്പർ ക്ലാസ്, മിഡിൽ ക്ലാസ്, ലോവർ ക്ലാസ് എന്നീ സ്റ്റേജുകളിലേക്ക് എത്തിച്ചു എന്നാണ് ഫസ്റ്റത്തത് പറഞ്ഞത്. എനിവേ വി ക്യാൻ സേ റിഫോംസ് ഇൻ അഗ്രികൾച്ചറിലുള്ള നവോത്ഥാനം. സെക്കൻഡ് വൺ, ഡെവലപ്മെൻറ്റ് ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സിൻ്റെയും ട്രേഡിൻ്റെയും ഒക്കെ ഡെവലപ്മെൻറ്റ്. ഇതാണ് അടുത്ത കാരണമായിട്ട് നമ്മൾ പറഞ്ഞിരുന്നത്. അതായത് ബ്രിട്ടീഷുകാർ ഇവിടുന്ന് എന്ത് ചെയ്തു, ധാരാളം റോ മെറ്റീരിയൽസ് നേരെ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് ആവശ്യമുള്ള സാധനങ്ങൾക്ക് അവരുടെ ഫാക്ടറികളും മറ്റുമൊക്കെ ഉപയോഗിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ വില്ലേജ് ആൻഡ് ടൗൺ handicrafts could not stand the competition towards the British goods and disintegrated. It created a new class of industrial workers. അപ്പോൾ ഇവർ ഈ സാധനങ്ങളൊക്കെ നേരെ ഇവിടെ ഈ ഹാൻഡിക്രാഫ്റ്റ്സിൽ കൈകൊണ്ട് ചെയ്ത് ജോലി ഉണ്ടാക്കിയിരുന്ന ചെറിയ പാവപ്പെട്ട ജോലിക്കാരുടെ അവരുടെ മെറ്റീരിയൽസൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഈ സാധനം റോ മെറ്റീരിയൽസ് മൊത്തം ബ്രിട്ടനിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ചെറിയ ചെറിയ ഫാക്ടറി ഉണ്ടാക്കി അവിടുന്ന് സാധനങ്ങൾ എടുത്ത് കൊണ്ടുവന്നു. ഇവിടെ ചെറിയ പൈസ കൊണ്ടാണ് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഇവർ പാവങ്ങൾ എന്തായി, ഈ അവസ്ഥ ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് മാറി. അപ്പോൾ ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യാനുള്ള ആൾക്കാർ അവർക്കൊരു അവിടെ മാർക്കറ്റിംഗ് ഉണ്ടായി. അപ്പോൾ അവരെന്ത് ചെയ്യും, ഈ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ഉയർന്നു വന്നു. അതൊരു ക്ലാസ്സിലേക്ക്, ന്യൂ ക്ലാസ് ഓഫ് ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ്, ഇൻഡസ്ട്രികളിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾ എന്നൊരു ക്ലാസ്സിലേക്ക് അത് കാരണമായി തീർന്നു എന്നാണ് പറഞ്ഞത്. നെക്സ്റ്റ് വൺ, ഡെവലപ്മെൻറ്റ് ഓഫ് റെയിൽവേ ആൻഡ് ഇൻഡസ്ട്രിയുടെയും റെയിൽവേൻ്റെയും പുരോഗതി. ഇന്ത്യയിലെ റെയിൽവേ, ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് നമ്മളെ തടികളും മറ്റുമൊക്കെ അടിച്ചു മാറ്റി കൊണ്ടുപോകാൻ വേണ്ടി അവർ റെയിൽവേ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തു. മാത്രമല്ല ഇങ്ങനെ ഇവിടെ നിന്നുള്ള സാധനങ്ങൾ, കോട്ടന്, ജൂട്ട്, ഇവിടെയുള്ള സാധനങ്ങളൊക്കെ റോ മെറ്റീരിയൽസൊക്കെ റെയിൽവേ സിസ്റ്റത്തിലൂടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയി. ബിഗിനിങ് ഓഫ് ദ ഇൻഡസ്ട്രിയലൈസേഷൻ പ്രോസസ് ഇൻ ഇന്ത്യ. മാത്രമല്ല ഇതോടുകൂടെ ഇന്ത്യയിലെ ഇൻഡസ്ട്രിയലൈസേഷൻ അത് ഉണ്ടാക്കുവാൻ വളരെയധികം സൗകര്യമായി തീർന്നു. നമുക്ക് നിലമ്പൂർ കാടുകളിൽ നിന്ന് വലിയ വലിയ തേക്കുകൾ റെയിൽവേ ഉള്ള ഏത് ഏരിയയിലേക്കും അടിച്ചു മാറ്റി കൊണ്ടുപോയി അവിടെയുള്ള ഫാക്ടറിയിൽ വെച്ചിട്ട് സാധനങ്ങൾ ഉണ്ടാക്കി കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ അതിലേക്ക് എന്ത് ചെയ്തു, സൗകര്യമായി തീർന്നു. സഫിഷ്യൻറ്റ് സേവിങ് ഓൺ ദ പാർട്ട് ഓഫ് ഇന്ത്യൻ ട്രേഡേഴ്സ്. മാത്രമല്ല അങ്ങനെ ഇവർ ഈ റെയിൽവേ ഉപയോഗപ്പെടുത്തി, ഇൻഡസ്ട്രി ഉപയോഗപ്പെടുത്തി ഇഷ്ടംപോലെ സാധനങ്ങൾ വാങ്ങിക്കൂട്ടാനും, ജൂട്ട്സ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് ഇവയൊക്കെ വാങ്ങിക്കൂട്ടാൻ സമ്പന്നർക്ക് കഴിഞ്ഞു. അപ്പോൾ ലോട്ട് ഓഫ് ആക്സസ്, ഓവറായിട്ടുള്ള അധികമായിട്ടുള്ള ധാരാളം വിപണന വസ്തുക്കൾ ഇവിടെ സ്വന്തം കൈകാര്യം ചെയ്യപ്പെടുത്തി തൻ്റെ കയ്യിൽ ഒതുക്കി അതൊരു മാർക്കറ്റിൽ ചേഞ്ച് വരുത്തി. അപ്പോൾ എപ്പോഴും പ്രോപ്പർട്ടികൾ അല്ലെങ്കിൽ സാധനങ്ങൾ, ഗുഡ്സ് കയ്യിലുള്ള ഒരു വിഭാഗം ഉണ്ടായി. അതും ഒരു ക്ലാസിൻ്റെ
ഒരു ക്ലാസ്സിൻ്റെ ഇന്ത്യയിൽ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ ഇത് കാരണമായി. എനിവേ വി ക്യാൻ സേ ഇറ്റ്സ് ഓൾസോ ദ ഡെവലപ്മെൻറ്റ് ഓഫ് റെയിൽവേസ് ആൻഡ് ഇൻഡസ്ട്രി കോസ്റ്റ് ഫോർ ദ ക്രിയേഷൻ ഓഫ് സച്ച് ടൈപ്പ് ഓഫ് ക്ലാസ് ഇൻ ഇന്ത്യൻ ഇൻവെൻറ്റേഴ്സ്. ഇവർ ആരായിരുന്നു? ഇൻവെസ്റ്റേഴ്സ് ആയിരുന്നു. ഇന്ത്യയിലെ ഇൻവെസ്റ്റേഴ്സാണ് ഇവരാണ് പിന്നീട് ഓരോ ബിസിനസ്സുകൾ പണം മുടക്കുന്ന ആൾക്കാർ. കാരണം ഇവിടുത്തെ സാധനങ്ങളൊക്കെ ബാക്കി വന്നു. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് എന്നുള്ളൊരു ക്ലാസ്സിൻ്റെ എമർജൻസിൽ ഈ ഡെവലപ്മെൻറ്റ് ഓഫ് റെയിൽവേ ആൻഡ് ഇൻഡസ്ട്രി കാരണമായി. നെക്സ്റ്റ് വൺ, സ്റ്റേറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. രാഷ്ട്രവും നമ്മളുടെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റവും നമുക്കറിയാം. ബ്രിട്ടീഷ് ഗവൺമെൻറ് organized an extensive state machinery to administer the conquered territory. നമ്മളെ ബ്രിട്ടീഷുകാർ അധിനിവേശപ്പെടുത്തിയ ഈ രാഷ്ട്രം ഭരിക്കാൻ വേണ്ടി വളരെ ഓർഗനൈസ്ഡായ ബൃഹത്തായ ഒരു സ്റ്റേറ്റ് മെഷീനറി തന്നെയാണ് ഭരിക്കാൻ വേണ്ടി ബ്രിട്ടീഷ് ഭരണകൂടം ഉണ്ടാക്കിയത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവിടെ IAS അല്ലേ, ഇന്ത്യൻ ICS, ഇന്ത്യൻ സിവിൽ സർവീസ് കോഴ്സുകളിൽ പാസ്സായ അത്രയും എഡ്യൂക്കേറ്റഡായ വെൽ വേഴ്സ്ഡായ ആൾക്കാരാണ് ഇവിടെ ഭരണം നടത്തിയത്. ആസ് എ റിസൾട്ട് ലാർജ് നമ്പർ ഓഫ് എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻ അപ്പോയിൻറ്റഡ് ആസ് സ്റ്റാഫായിട്ട് പിന്നീട് ബ്രിട്ടീഷുകാർ ആദ്യം അവരുടെ നാട്ടിൽ നിന്ന് പിന്നെ ഇന്ത്യക്കാരെയും ഉൾപ്പെടുത്തി പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ള എഡ്യൂക്കേറ്റഡായ ഇന്ത്യൻസ് ഇവിടെ വന്നു. വളരെ എഡ്യൂക്കേറ്റഡായ പേഴ്സൺസ് ടു മീറ്റ് ദ നീഡ്സ് ഓഫ് ഗ്രോയിങ് അഡ്മിനിസ്ട്രേറ്റീവ് മെഷീനറി ആൻഡ് എക്കോണമി. They introduced the Western education system in India because of the impact of British rule in India. Indian society experienced an uneven growth of social classes. അപ്പോൾ അത്രയും എഡ്യൂക്കേറ്റഡായ ആൾക്കാർ ഇന്ത്യൻ വംശത്തിൽ നിന്ന്, ഇന്ത്യൻ ജനതയിൽ നിന്ന്, പോപ്പുലേഷനിൽ നിന്ന് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് ഉയർന്നു. ദാറ്റ്സ് ഓൾസോ ബിക്കെയിം എ കോസ് ഫോർ ക്ലാസ് സിസ്റ്റം ഇൻ ഇന്ത്യ. മനസ്സിലായില്ലേ? അടുത്തത് മിഡിൽ ക്ലാസ്സസ് ആൻഡ് ഇലക്ടോറൽ പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ. ഇനി നമ്മൾ പറഞ്ഞത് ഇന്ത്യയിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ മിഡിൽ ക്ലാസ് എന്ന സംഭവം ഇന്ത്യയിൽ എപ്പോഴും, ഇന്ത്യ എന്നല്ല ഏത് രാഷ്ട്രങ്ങളിലും മിഡിൽ ക്ലാസ്സിൻ്റെ സ്വാധീനം ഭരണത്തിൽ വലിയ സംഭവമാണ്. അവരുടെ സ്വാധീനം കൊണ്ട് ഭരണത്തിൽ പല മാറ്റങ്ങളും വരുത്താൻ കഴിയും. അതാണ് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് ഹെഡിങ്, മിഡിൽ ക്ലാസ് ആൻഡ് ഇലക്ടോറൽ പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ. മധ്യമ വർഗവും അവരുടെ രാഷ്ട്രീയത്തിലുള്ള അവരുടെ സ്വാധീനവും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ, ഇന്ത്യൻ രാഷ്ട്രീയത്തിലുള്ള അവരുടെ സ്വാധീനവുമാണ് നമ്മൾ ഇതിൽ പറയുന്നത്. നമുക്കറിയാം ഇൻ അവർ സ്റ്റേറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏതൊരു സ്റ്റേറ്റിലും മിഡിൽ ക്ലാസ് ഓഫൻ കൺസിഡേഴ്സ് ഡൊമിനൻ്റ് ക്ലാസ്സായിട്ട്, ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന ക്ലാസ്സായിട്ട് ഇവരെയാണ് ഗണിക്കപ്പെടുന്നത്. മാത്രമല്ല മിഡിൽ ക്ലാസ് മാർക്ക്ഡ് വിത്ത് ഹയർ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ, ഓപ്പൺ പൊളിറ്റിക്കൽ ആറ്റിറ്റ്യൂഡ്സ്. അവർക്ക് ഓപ്പൺ പൊളിറ്റിക്കൽ ആറ്റിറ്റ്യൂഡ്സാണ്. അവർക്ക് വേണമെങ്കിൽ NDA സപ്പോർട്ട് ചെയ്യും, ചിലപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യും, അങ്ങനെയൊന്നുമില്ല. അവർക്ക് ഏതാണെന്നൊന്നുമില്ല, ഓരെന്ത് ചെയ്യും, ഏതിലേക്ക് മാറി നിൽക്കും. അപ്പോൾ ദേ ഓപ്പൺ പൊളിറ്റിക്കൽ ആറ്റിറ്റ്യൂഡ്സാണ് അവർക്ക്. ഹയർ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ ഉണ്ട് അവർക്ക്. അവരുടെ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷനിൽ അവരുടെ സ്വാധീനം വലുതാണ്. പിന്നീട് നമ്മൾ പറഞ്ഞത് മിഡിൽ ക്ലാസ് എന്ത് ചെയ്യുന്നുണ്ട്, പലപ്പോഴും പ്രോഗ്രസീവ് ആൻഡ് ലിബറൽ ഇൻ ഇറ്റ്സ് വ്യൂസ് ഫാർ ഫ്രം ഹാവിങ് എ റാഷണലിസ്റ്റ് മോഡേൺ പൊളിറ്റിക്കൽ ആറ്റിറ്റ്യൂഡ്സ്. ഇന്നത്തെ മോഡേൺ പൊളിറ്റിക്കൽ ആറ്റിറ്റ്യൂഡ്സിനെ പോലെ വളരെ റാഷണലിസ്റ്റ് ഒന്നുമല്ല അവർ. പക്ഷേ എന്തായാലും അവർ ലിബറലാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ NDAക്ക് നിൽക്കും, ചിലപ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റ്, ചിലപ്പോൾ ആണെങ്കിൽ ഗവേണിംഗ് പാർട്ടിയുടെ കൂടെ ആയിരിക്കും, ചിലപ്പോൾ ഓപ്പോസിഷൻ സൈഡിലായിരിക്കും. എനിവേ വി ക്യാൻ സേ they have a great impact on ruling politics. അല്ലെങ്കിൽ ഈ ഇന്ത്യ പൊളിറ്റിക്സിൽ അവർക്ക് വലിയ സ്വാധീനം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. എല്ലാത്തിനും പുറമെ their actions are about protecting their own interest and social privileges. പ്രധാനമായിട്ടും അവരുടെ സാമൂഹികമായ പ്രിവിലേജുകളും അവരുടെ താല്പര്യങ്ങളും പരിരക്ഷിക്കുക, ഇതിനു വേണ്ടിയാണ് അവരുടെ പ്രധാനമായ പ്രവർത്തനങ്ങളൊക്കെ. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ള മറ്റൊരു വിഷയം മിഡിൽ ക്ലാസ് ആക്ടിവിസം. പലപ്പോഴും ചോദ്യം വരാറുള്ളൊരു ഏരിയയാണ് മിഡിൽ ക്ലാസ് ആക്ടിവിസം. അതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് നിങ്ങൾ മനസ്സിലാക്കൽ അനിവാര്യമാണ്. എനിവേ വി ക്യാൻ സേ ദ മിഡിൽ ക്ലാസ് ടേണിങ് ടു ന്യൂ പൊളിറ്റിക്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു പുതിയ പൊളിറ്റിക്സിലേക്ക് കൊണ്ടെത്തിക്കുന്നതാണ് നമ്മുടെ ഈ മിഡിൽ ക്ലാസ് എന്ന സംഭവം, അല്ലേ? മാത്രമല്ല വോട്ടിംഗ് പെർസെൻറ്റേജ് ഓഫ് മിഡിൽ ക്ലാസ് ഇൻ ഇലക്ട്രോറൽ ടു ലോക്കൽ സെൽഫ് ഗവേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് in India is comparatively lower than upper, poor and marginalized groups.
എന്തായിരുന്നാലും ഇവരുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് പൊതുവെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിലേക്കാവട്ടെ മറ്റുള്ള ഇൻഷുറൻസിലാവട്ടെ ഇന്ത്യയിൽ കമ്പാരറ്റീവ്ലി ഇവർ അർബനിലും അതേപോലെ തന്നെ പുവർ മാർജിനൈസ്ഡ് ഗ്രൂപ്പിലേക്ക് നോക്കുമ്പോൾ ഇവരുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് വളരെ കുറവാണെങ്കിലും ഇവരുടെ സ്വാധീനം വലിയ സംഭവമാണ് എന്നാണ്. ഡെസിഷൻ മേക്കിൽ മിഡിൽ ക്ലാസ് വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട്. അപ്പോൾ ഒരു ഭരണത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ നയരൂപീകരണത്തിൽ ഒരു പുതിയ ഇഷ്യൂ വരുമ്പോൾ അവിടെ ഡെസിഷൻ മേക്കിങ്ങിലൊക്കെ മിഡിൽ ക്ലാസ് വളരെയധികം സ്വാധീനം ചെലുത്തുന്നു. ഡെസിഷൻ മേക്കിംഗ് ത്രൂ ഈ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻ ഇതിലൊക്കെ ഇവരെ വല്ലാതെ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഈ മിഡിൽ ക്ലാസ് ഇൻക്രീസിംഗ്ലി ഇൻഫ്ലുവൻസ് നാഷണൽ അജണ്ട ആൻഡ് പൊളിറ്റിക്സ് ത്രൂ ദ ന്യൂ ഫോംസ് ഓഫ് ആക്ടിവിസം. അവരുടെ പുതിയ ആക്ടിവിസത്തിലൂടെ അവരുടെ പുതിയ സജീവമാകലോടുകൂടെ എന്ത് ചെയ്യുന്നുണ്ട്, നാഷണൽ അജണ്ട വരെയും ദേശീയ അജണ്ടകളും നയങ്ങളും വരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അവയൊക്കെ സ്വാധീനം ചെലുത്തുന്നതിന് വലിയ പങ്ക് ഇവർ വരുത്തുന്നുണ്ട്. പിന്നെ നമ്മൾ പറയുന്നത് ഇന്ത്യൻ പൊളിറ്റിക്കൽ സിനോറിയോ അല്ലേ, അതിലും ഇവർക്ക് വിസിബിളായ വളരെ കാണാവുന്ന സ്വാധീനം ഇവർ ചെലുത്തുന്നുണ്ട്. ദിസ് ക്രോസ് ക്ലാസ് മൂവ്മെൻറ്റ് ഓൺ ദ അർബൻ സ്ട്രീറ്റ് led to the rise of the ആം ആദ്മി പാർട്ടി. നമ്മളെ AAP ഇപ്പോൾ അവർ ഡൽഹിയിൽ തോറ്റിട്ടുണ്ടെങ്കിലും ഇത്രയും 10-35 വർഷക്കാലം ഭരണത്തിലിരിക്കാൻ അവർക്ക് കഴിഞ്ഞത് ഇത്തരത്തിലുള്ള ഒരു മിഡിൽ ക്ലാസ് ആക്ടിവിസത്തിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളായിട്ട് പറയുന്നത് AAP ആണ്. ഈ ഇലക്ഷനിൽ അവർ തൂത്തെറിയപ്പെട്ടിട്ടില്ലെങ്കിലും വളരെയധികം പിറകോട്ട് മാറ്റപ്പെട്ടെങ്കിലും ഈ AAP നമ്മളെ ആപ്പ് പാർട്ടി എന്ന് പറയുന്ന കെജ്രിവാളിൻ്റെ കൂട്ടത്തിലുള്ള ഈ പാർട്ടിയൊക്കെ ഇതിനുള്ള ബെസ്റ്റ് എക്സാമ്പിളായിട്ടാണ് നമ്മളുടെ ഓദർ കാണിക്കുന്നത്. എനിവേ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം, ഇന്ത്യൻ മിഡിൽ ക്ലാസ് ഈസ് എ മേജർ പൊളിറ്റിക്കൽ ഫോഴ്സ് ടു ഇൻഫ്ലുവൻസ് സോഷ്യോ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ പോളിസീസ്. ഇന്ത്യയിലെ ഈ മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത് വലിയ ഒരു രാഷ്ട്രീയ ശക്തിയാകുന്നു. ഇന്ത്യയുടെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ നയങ്ങളെയൊക്കെ മാറ്റിമറിക്കുന്നതിൽ. അപ്പോൾ നിങ്ങൾ എന്താണ് കാട്ടേണ്ടത്, മിഡിൽ ക്ലാസ് ആക്ടിവിസം എന്ന് പറഞ്ഞാൽ ഈ മിഡിൽ ക്ലാസ് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. അവർ ഒരു രാഷ്ട്രത്തിൻ്റെ നയത്തെ തന്നെ മാറ്റിമറിക്കാൻ അവർക്ക് ഭയങ്കര സംഭവം എന്ന് പറഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ AAPയുടെ ഇതുവരെയുള്ളൊരു എക്സാമ്പിളും വെച്ച് കൊടുക്കുക കേട്ടോ. അല്ലാതെ വാട്ട് ഈസ് ദ മിഡിൽ ക്ലാസ് ആക്ടിവിസം എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരു ആക്ടിവിസം ഞങ്ങൾക്ക് അറിയില്ലല്ലോ എന്ന് ബേജാറായിട്ട് എന്ത് ചെയ്യരുത്, ഒഴിവാക്കരുത്. അപ്പം മിഡിൽ ക്ലാസ്സിനെ ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്യുക, എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. ഓക്കെ, എനിവേ വി കൺക്ലൂഡ് ദിസ് ചാപ്റ്റർ. നമുക്കിനി സെക്കൻഡ് ചാപ്റ്റർ ബാക്കി തുടരാം ഇൻഷാ അല്ലാഹ്.